അള്ളാഹുവിൻ്റെ പള്ളിയിൽ എഴുത്തിക്കാഫിൻ്റെ തീയത്ത് വെച്ച് വലിയ മുഖപറക്കായ ഒരു മജ്ലിസിലാണ് അള്ളാഹു നമ്മുടെ മജ്ലിസിൽ കൂലാണെന്നാവട്ടെ. അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന വലിയ ഒരു അമലായി നമ്മളെ ഒരുമിച്ച് കൂടി നിർവഹിച്ച ഈ ഒരു സംക്രമം അള്ളാഹു നമുക്ക് കബൂലാക്കി തരുമാറാവട്ടെ. ഇതിലൊക്കെ പങ്കെടുത്തതിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ വഫാത്തിന്റെ മാസമായ ഈ റബീഉൽ ആഖിർ മാസം വളരെ സജീവമായി ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ അവിടുത്തെ അനുസ്മരിച്ചുകൊണ്ട് സദസ്സുകൾ സംഘടിപ്പിച്ച് അവിടുത്തെ അപ്പുറത്തിലേക്ക് ഹദിയകൾ സമർപ്പിച്ചുകൊണ്ട് ഒരുപാട് സദസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആ റബീഉൽ ആഖിർ മാസം നമ്മോട് വിട പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔസുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാവട്ടെ. ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ മഹാന്മാരെ മുറുകെ പിടിച്ച് ഇത്തരം സൽക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഖിറം വെളിച്ചമായി കിട്ടുക, നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വിജയം ലഭിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ മറ്റു തിരക്കുകളൊക്കെ ഒഴിവാക്കി അള്ളാഹു തആല ആദരിച്ച ബഹുമാനിച്ച മഹത്തുക്കൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്നു. ദിക്റുൽ അംബിയാഇ വ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ച വലിയ പ്രതിഫലം കിട്ടുന്ന ഇബാദത്താണ്. അതോടൊപ്പം സ്വാലിഹീകളായ അല്ലാഹുവിന്റെ അവൻ ഇഷ്ടപ്പെട്ട അടിമകളായ അവന്റെ ഔലിയാക്കളായ ആളുകളെ അനുസ്മരിക്കുന്നത് നമ്മുടെ ദോഷം പൊറുപ്പിക്കുന്ന കാര്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കാരണം നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും എന്ന വലിയ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ. ഔസുൽ ആലമിനെ അനുസ്മരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സർവ്വ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഈ മജ്ലിസിൽ വെച്ച് തന്നെ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അവൻ ഗഫാറാണ്, അവൻ ഗഫൂറാണ്, അവൻ നമ്മുടെ അടിമകൾ അവനോട് ചോദിക്കാൻ വലിയ ഇഷ്ടപ്പെടുന്ന യജമാനനായ റബ്ബാണ്. അല്ലാഹുവിന് അടിമകൾ ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അത് അവൻ ഇഷ്ടപ്പെട്ട അമ്പിയാക്കളെയും ഔലിയാക്കളെയും തവസ്സുലാക്കി ചോദിക്കുമ്പോൾ, അവരെ മുൻനിർത്തി ചോദിക്കുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഇഷ്ടപ്പെടും, അല്ലാഹു എന്തായാലും സ്വീകരിക്കും. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ മഹത്തുക്കൾ അനുസ്മരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മജ്ലിസുകളിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല വലിയ ആദരവും ബഹുമാനവും നൽകിയവരാണ് ഔലിയാക്കൾ. പരിശുദ്ധമായ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നല്ല രണ്ടല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല, ഔലിയാക്കളെ കൊച്ചാക്കാൻ പാടില്ല, ഔലിയാക്കളെ താറടിക്കാൻ പാടില്ല. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൻ ആദാനി വലിയൻ ഫഖദ് ആദത്തുഹു ബിൽ ഹർബ്. ആരെങ്കിലും എന്റെ ഒരു വലിയനോട് ശത്രുത കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മോട് പറയാം, മൻ ആദാനി വലിയൻ, എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഫഖദ് ആദത്തുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല വളരെ ഗൗരവത്തോടുകൂടെയാണ് ഔലിയാക്കളുടെ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച വളരെ കുറച്ച് ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അല്ലാഹുവിന്റെ വലിയനോട് ശത്രുത കാണിക്കുന്നവർ. അവരോട് അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും കടുപ്പമേറിയ വിഷയമാണ് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുക എന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഖുദ്സിയായ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയും ആ ഹദീസിനെ തുടർന്ന് തന്നെ അല്ലാഹു തആല പറയാണ്, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ നിർബന്ധമാക്കിയ
കൊടുക്കുകയാണ്. ആ ഫർദായ കാര്യങ്ങൾ ചെയ്ത് അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ അടുപ്പം അവൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫർദായ കാര്യങ്ങൾക്ക് പുറമെ അവൻ ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഫർദ് മാത്രം നമ്മൾ ചെയ്താൽ പോരാ. നമ്മൾ അല്ലാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക്, ഹബീബായ മുത്തുനബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെന്ന നിലക്ക് മുത്തുനബി പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ സുന്നത്തുകൾ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിച്ചാൽ അല്ലാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചതാണ്. മാസാല അബ്ദി ബിന്നവാഫിദി യഖറുഹു ഹത്താ അഖൂല ലഹു യദം വൽ അർജുല വസ്സമഅ മിൻഹു ثم عينا باصرا أي مثل ذلك في المطالب هرولا. അല്ലാഹു തആല ആ പഠിപ്പിക്കുന്ന ആശയത്തെ പദ്യരൂപത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ കിതാബുൽ അദ്ഖിയ എന്ന് പറയുന്ന ഔലിയാക്കളുടെ വിശേഷണം പറയുന്ന ആ കിതാബിൽ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നതായി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ ഭാഷയിൽ അത് പദ്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരടിമ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുന്നത്തുകൾ ധാരാളമായി ചെയ്താൽ ആ അടിമക്ക് കിട്ടുന്ന നേട്ടം അല്ലാഹു പറയാണ്, അവന്റെ കയ്യിനാനാകും. അല്ലാഹു പറയാം, സുന്നത്തായ കാര്യങ്ങൾ ഒരാൾ ധാരാളമായി വർദ്ധിപ്പിച്ച് അവനെ അടുത്തുകൊണ്ടിരിക്കും. ആ അടുക്കുന്നതിന്റെ ഭാഗമായി അവന്റെ കയ്യിനാനാകും, അവന്റെ കാലിനാനാകും, അവന്റെ കണ്ണിനാനാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അങ്ങനെയുള്ള അടിമയുടെ കയ്യാകും, കാലാകും, അതുപോലെ കണ്ണാകും, അവന്റെ ചെവിയാകും എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ച് അതിനെ തന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നതായി കാണാം. അല്ലാഹു തആല ഒരാളുടെ കയ്യാകും, കാലാകും എന്നൊക്കെ പറഞ്ഞാൽ ആ അടിമയുടെ കയ്യിന് പ്രത്യേകമായ പവർ അല്ലാഹു നൽകും. ആ അടിമയുടെ കാലിന് പ്രത്യേകമായ പവർ അല്ലാഹു നൽകും. ആ അടിമയുടെ കാഴ്ചക്കും കേൾവിക്കും അല്ലാഹു പ്രത്യേകമായ പവർ നൽകും. അതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഔലിയാക്കളുടെ കറാമത്ത് നമ്മളാരും നിഷേധിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അവന്റെ ഈ അവയവങ്ങൾക്ക് പ്രത്യേകമായ പവർ നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരും ഔലിയാക്കളുടെ കറാമത്തിനെ കൊച്ചാക്കണ്ട. ഔലിയാക്കൾ ഇങ്ങനെ അവരുടെ അവയവങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ്. അല്ലാഹു തആല കൊടുക്കുമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. ഇത് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കറാമത്തുകൾ നമ്മൾ നിഷേധിക്കരുത്. ആ നിലക്ക് സുന്നത്തായ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിച്ച് അല്ലാഹു തആല ഈ പറഞ്ഞ ദറജയിലേക്ക് എത്തിയ, ഈ പറഞ്ഞ മർത്തബയിലേക്ക് എത്തിയ ഔലിയാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. അവിടുത്തെ ഔലിയാക്കളുടെ നേതാവാണ്, അവിടുത്തെ അഖ്താബുകളുടെ നേതാവാണ്, അവിടുത്തെ എല്ലാ ദറജ എത്തിച്ച ഔലിയാക്കളുടെ, എല്ലാ മർത്തബ എത്തിച്ച ഔലിയാക്കളുടെയും നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. അവിടുത്തെ മുറുകെ പിടിക്കുക എന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് അവിടത്തേക്കുള്ള കറാമത്തുകൾ. അവിടുത്തെ കണ്ണിന്റെ പവർ, അവിടുത്തെ കാഴ്ചയുടെ, അതുപോലെ കേൾവിയുടെ പവർ, കയ്യിന്റെ പവർ, അങ്ങനെയുള്ള കറാമത്തുകളാണ് മാലകളായി ബഹുമാനപ്പെട്ട കോഴിക്കോട്ടുകാരനായ ആദി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മുഹ്യിദ്ദീൻ മാലയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ ഇങ്ങയുടെ കൽബാകമെന്നോവർ. ഒരു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയുന്നത് പോലെ ഈ കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തു ഇട്ടാൽ നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയും. അതാണ് കുപ്പിയുടെ പ്രത്യേകത. അതുപോലെ ഒരാളുടെ മനസ്സിലുള്ളത് നോക്കി പറയാൻ എനിക്ക് കഴിയും, അതിനെന്റെ കണ്ണിന് പവറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത് ഈ ഒരു ദറജയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തിയത് കൊണ്ടാണ്. അത് അല്ലാഹു തആല കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്.
പറഞ്ഞ് ഔലിയാക്കളെ ധിക്കരിക്കുക, നിസ്സാരപ്പെടുത്തുക, അവരൊരിക്കലും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അവർ കാരണക്കാരാവില്ല. എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അത്തരക്കാരെ പെട്ടുപോകും. അള്ളാഹു നമ്മെ അത്തരം വിഗ്രഹത്തിന്റെ ആശയങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ കറാമത്ത് കാണിച്ച് ജീവിക്കേണ്ടതുപോലെ ജീവിച്ചപ്പോഴാണ് അള്ളാഹു ആ സ്ഥാനമാനങ്ങളൊക്കെ നൽകിയത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അള്ളാഹു തആല പറയാം, നമ്മുടെ മാർഗത്തിൽ, നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും തന്റെ ശരീരത്തോട് സമരം പ്രഖ്യാപിച്ച് മുജാഹദ നടത്തി ജീവിച്ചാൽ ലനഹ്ദിയന്നഹും സുബുലനാ, അവന്റെ എല്ലാ മാർഗങ്ങളും നമ്മൾ എളുപ്പമാക്കി കൊടുക്കും എന്ന് അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചതാണ്. ആ മുജാഹദ ബഹുമാനപ്പെട്ടവർ നിർവഹിച്ച് പൂർത്തിയാക്കിയപ്പോഴാണ് അള്ളാഹു തആല എല്ലാം എളുപ്പമാക്കി കൊടുത്തത്. എത്രമാത്രം വലിയ മുജാഹദയാണ് നടത്തിയത്. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്, ദിവസങ്ങളോളം ഒരു റൊട്ടി കഷ്ണം കഴിച്ച് മാത്രം ജീവിച്ചിട്ടുണ്ട്, ദിവസങ്ങളോളം നോമ്പുകാരനായി ജീവിച്ചിട്ടുണ്ട്, ചുടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അവിടുന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം നോമ്പനുഷ്ഠിച്ചത് എന്ന് അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എത്രമാത്രം തന്റെ ശരീരത്തെ മെരുക്കിയെടുക്കാൻ വേണ്ടി അവിടുത്തെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഒരു കാമനന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവർ. മൊഹീദ്ദീൻ കാണാൻ നമുക്ക് ഒരു കാലം വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ മുഴുവനായും ഓതി തീർത്ത മഹാനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഒരു കാലം വന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ. നമ്മളൊക്കെ ഒരു പേജ് ഇരുന്ന് സുഖിച്ച് നല്ല ഉഷാറായി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെയും ഓതാനിരുന്നാൽ ഒരു ജുസ് ഓതുമ്പോഴേക്ക് നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഒരു ജുസ് ഓതുമ്പോഴേക്ക് അല്ലെ, അതൊന്ന് ഓതി കിട്ടിയാൽ തന്നെ നമ്മളെല്ലാം പറഞ്ഞു നടക്കും ചെയ്യും. ഞാൻ ഒരു ജുസ് ഓതും, വലിയ സംഭവമാണ് നമുക്കൊക്കെ ഒരു ജുസ് ഓതുക എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം ജുസ് ഓതുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി കാണുന്ന നമ്മള് അല്ലെ. അതെന്നെ കുറെ വട്ടം ഉറങ്ങി തൂങ്ങി മാണോ വേണ്ട നിർത്തണപ്പോഴാ എന്ന കാര്യത്തിലാണ് നമ്മളൊക്കെ ഓർത്തു അല്ലെ. അതേ സ്ഥാനം ഒരു കാലം നിന്നിട്ട് ഉറക്കു വരാതിരിക്കാൻ വേണ്ടി, രണ്ട് കാലം നിന്നാ ഉറക്കു വരുന്ന ഉറക്കു വരാതിരിക്കാൻ വേണ്ടി ഒരു കാലം നിന്നിട്ട് അത് ആ കാലിന് ക്ഷീണം വരുമ്പോ മറ്റേ കാലം, അങ്ങനെ ഒറ്റ കാലം നിന്നിട്ട് ഒരു ഹത്മ് ബഹുമാനപ്പെട്ടവർ ഓതി തീർത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിച്ചത്. വെറുതെ കിട്ടുന്നതല്ല ഇതൊക്കെ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അപ്പൊ അല്ലാഹു തആല അവന്റെ വാക്കുകൾക്ക് ഈ രീതിയിലുള്ള സ്ഥാനം നൽകും. അങ്ങനെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുമ്പോ അവരുടെ കയ്യിലും പവർ, കാലിലും പവർ, അവരെന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് അല്ലാഹു തആല പുലർത്തുകയാണ്. അല്ലാതെ ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് എന്നാലും നമ്മളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് പ്രശ്നം. ഔലിയാക്കളുടെ കറാമത്ത് പ്രകടിപ്പിക്കുന്നത് അവരുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ന് പറയുമ്പോഴാണ് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. മറിച്ച് അല്ലാഹു തആല അവിടുന്ന് ഏറ്റെടുത്തതുപോലെ, അല്ലാഹു ഓഫർ നൽകിയതുപോലെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആക്കിക്കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. ആ കഴിവുകൾ അല്ലാഹു തആല അവരെ കൂടെ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. എത്രമാത്രം തന്റെ ശരീരത്തോട് മുജാഹദകൾ, ആ മുജാഹദകൾ അവിടുത്തെ ചരിത്രത്തിൽ നമ്മൾ കരുതി നോക്കിയാൽ എത്രയാണ്. അങ്ങനെ അവിടുന്ന് ജീവിച്ച് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകി. ഹബീബായ മുത്തുനബി ഈ ഉമ്മത്തിനെ നോക്കാൻ വേണ്ടി അവിടത്തേക്ക് അധികാരം നൽകി. ഹബീബായ മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് അവിടുന്ന് അല്ലേ. വഇന്ന ജദ്ദി റസൂലുള്ളാഹി കാന യഖൂൽ അൻതൽ ഖലീഫതു ലീ ഫീ ഖൈരി കുല്ലി മഖൂൽ ഫഖുൽ ലി ഉമ്മത്തിയൽ മദദ തഖൂൽ ഫഅൻത ഖയ്യിമു ശർഇ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുന്ന് പറഞ്ഞതായി ബഹുമാനപ്പെട്ട സ്വതന്ത്രത്തുള്ളാഹി ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് ഗൗസുൽ അനുസ്മരിച്ചുകൊണ്ട് ഗൗസുൽ മഹത്വം പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന ആ ബൈത്തിലൂടെ നമ്മോട് പറയാൻ ഗൗസുൽ പറയുന്നതായിട്ടാണ് സ്വതന്ത്രത്തുള്ളാഹി ഖാഹിരി തങ്ങൾ പറയുന്നത്. ഫഇന്ന ജദ്ദി റസൂലുള്ളാഹി കാന യഖൂൽ, എന്റെ ഉപ്പാപ്പ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട്
പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അന്തൽ ഖലീഫത്തുലി ഫീ ഖൈരി കുല്ലി മഖൂൽ ഫകുല്ലി ഉമ്മത്തിൽ മദദർത മാതറൂൽ ഫഅൻത ഖൈമു ശർഇ മുഹിയദ്ദീനി. എന്റെ ഉമ്മത്തിന്റെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. എന്റെ ഉമ്മത്തിന് സഹായിയായി നിങ്ങൾ വർത്തിക്കണം. എന്റെ ദീനിന്റെ സംരക്ഷകനായി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് എന്നെ അധികാരമേൽപ്പിച്ചത്, എനിക്ക് ഇജാസത്ത് തന്ന് ഈ ഉമ്മത്തിന്റെ കാര്യം ഏറ്റെടുക്കാൻ എന്നെ ഏൽപ്പിച്ചത് എന്റെ ഉപ്പാപ്പ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നതായി കുതുബിയത്തിൽ നമുക്ക് കാണാം. അതാ അപ്പൊ അവിടുത്തെ വെറുതെ വലിയ ഔലിയായി നടിച്ചതൊന്നുമല്ല. കിട്ടേണ്ടിടത്തുനിന്ന് കിട്ടിയിട്ടാണ് അവിടുന്ന് വലിയ മഹാനായി അവിടുന്ന് ജീവിച്ചത്. നമ്മളിപ്പോ ചൊല്ലിയ റാത്തീബിലെ അവിടുന്ന് പറയുന്നതായിട്ടുള്ള ചില ബൈത്തുകളിലും ഈ സംഭവം പറയുന്നുണ്ട്. എനിക്ക് നിനക്ക് അധികാരം തന്നത് ഹബീബായ മുത്തുനബിയ. അങ്ങനെ മുത്തുനബിയുടെ ഒളിവാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഒളിവ്. അത് മുറുകെ പിടിക്കുക എന്നത് നമ്മുടെ വിജയത്തിന് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ സാന്ദർഭികമായി മജ്‌ലിസിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവിടുത്തെ ബഹുമാനത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞതാണ്. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ അറബിയിൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ബൈത്തുകൾ ചൊല്ലി, സാധാരണക്കാരായ ആളുകൾക്കൊന്നും ചിലപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ചൊല്ലി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നാലും നമുക്ക് തിരിയുന്ന രീതിയിൽ അവിടുത്തെ ഒന്ന് അനുസ്മരിക്കാതെ നമുക്ക് പിരിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കുക. അവിടുന്ന് നമ്മോട് പറഞ്ഞതാണ്, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവും തീരം ചെയ്യും ഞാൻ. അത് ആദ്യം പറഞ്ഞവர்கள் അവിടുന്ന് പറഞ്ഞതായി മുഹ്യിദ്ദീൻ പറയാം. അത് തന്നെയാണ് സ്വറത്തുല്ലാഹി താഹിരി തങ്ങൾ ഖുതുബിയത്തിലൂടെ പറയുന്നത്. വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർവൻ ബിറഫവതിഹി അജബ്തുഹു മുസ്രിയാൻ മിൻ അജ്ലി ദഅവതിഹി ഫലിയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി. അവിടുന്ന് പഠിപ്പിച്ചതായി നമ്മോട് പറയാണ്, വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് ഞാൻ ഒരു മടിയും കൂടാതെ ഉത്തരം നൽകും. റസൂലുള്ളാഹി വാക്ക് പാലിക്കുന്നവരാണ്, വാക്ക് ലംഘിക്കുന്നവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി വാക്ക് പാലിക്കുന്നവരാണ്. കാരണം വാക്ക് പാലിക്കുക എന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക എന്നത് മുനാഫിക്കിന്റെ അടയാളമാണ്. റസൂലുള്ളാഹിന് മുനാഫിക്കിന്റെ അടയാളമില്ല എന്ന് നമുക്കറിയാലോ. ആ റസൂലുള്ളാഹി പറയാണ്, എന്നെ ആരെങ്കിലും വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും എന്ന് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാക്കാണ്. നമ്മൾ വിളിക്കേണ്ടതുപോലെ വിളിക്കണം. അല്ലാഹു അവിടുത്തെ സാന്നിധ്യമുള്ള മജ്‌ലിസായി നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വിളിക്കേണ്ടതുപോലെ വിളിച്ച് ആ മഹത്തുക്കളുടെ സാന്നിധ്യം നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സാധാരണ പള്ളിയിൽ എല്ലാ മാസവും വർഷങ്ങളായി നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന ഖുതുബിയ്യത്ത്, ആ ഖുതുബിയ്യത്തിന്റെ വാർഷികമായിട്ടാണ് റബീഉൽ ആഖിർ മാസത്തിൽ നമ്മൾ ഈ ജീലാനി റാത്തീബ് മുഹ്യിദ്ദീൻ റാത്തീബ് നടത്താറുള്ളത്. ഇതൊക്കെ നേതൃത്വം നൽകി നേരത്തെ നടത്തി വരുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. പ്രധാനമായി നമ്മുടെ ഹംസഹാജ്, അല്ലാഹു തആല രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ അബ്ദുറഹ്മാൻ കാക്ക, അവർ രണ്ടുപേരുമായിരുന്നു ഈ ഖുതുബിയ്യത്തിന്റെ നേതൃത്വം. അവരാണ് ഇതിവിടെ സ്ഥാപിച്ച് ഇങ്ങനെ നിലനിർത്തി പോന്നിരുന്നത്. പക്ഷേ കോവിഡ് വന്ന് നമ്മളൊന്നും കണക്ക് കൂട്ടുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ എന്ന് ശരിക്കും അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളാരും തീരുമാനിക്കുന്നത് പോലെയല്ല, നമ്മുടെ കണക്ക് കൂട്ടലുകളെ പോലെയല്ല കാര്യങ്ങൾ എന്ന് നമ്മുടെ ഈമാൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കും വിധം അല്ലാഹു കൊറോണ എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാവരെയും ഞെട്ടിക്കുന്ന, എന്നാലോ സോപ്പിട്ടാൽ കഴിയാൻ പോണ സാധനം അല്ലെ, സോപ്പിട്ട് കഴിയാൻ പോണ സാധനം, സാനിറ്റൈസർ തേച്ചാൽ പോണ സാധനമുള്ളൂ. അതിന്റെ മുമ്പിലാണ് എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്. ലോകം മുഴുവനും കിട്ടുകിട്ടാ കുറച്ചു പോയി. ആ നിലക്ക് അല്ലാഹു ഒരു വൈറസ് ഇറക്കിയെങ്കിൽ അതിലും വലുതിറക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആത്മീയമായ മജ്‌ലിസിലും ഇവിടെയെല്ലാം പലയിടങ്ങളിലും ആത്മീയമായ മജ്‌ലിസുകളൊക്കെ മുടങ്ങി, നമ്മുടെ ദീനിന്റെ സംരംഭങ്ങളൊക്കെ മുടങ്ങി, അല്ലെ ഒരുമിച്ച് കൂടാനും സംഗമിക്കാനും പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ ഖുതുബിയ്യത്ത് നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അനുസ്മരണ മാസം നമുക്ക് ഒരിക്കലും ഒരുമിച്ച് കൂടാതിരിക്കാൻ പറ്റൂല എന്ന നിർബന്ധം കൊണ്ട് അവിടുത്തെ റാത്തീബിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറയാം.
നല്ല ചെറിയ കുട്ടികളുണ്ട്, മുതാലിമീങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. വേണമെന്ന് കരുതി ഇതിനോട് നല്ല ബഹുമാനം കാണിച്ചു വന്നിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ആമീൻ പറഞ്ഞാൽ നമ്മുടെ ദുആഇന് ഇജാബത്ത് കിട്ടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇജാബത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സദസ്സിലേക്ക് പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹംസഹാജി നേരത്തെ ഹോസ്പിറ്റലിലായി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ, പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. സാധിക്കുന്ന പരമാവധി പ്രായമുണ്ടായിട്ട് പോലും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എനിക്ക് ഈ പള്ളിയുമായി ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന ചിന്തയിൽ ഇടക്കിടക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന നമ്മളിവിടെ ദർസ് നടത്തുമ്പോൾ അസറിന്റെ സമയത്തൊക്കെ ഇങ്ങനെ വന്ന് മഗ്‌രിബിന്റെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോകും. അങ്ങനെ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന നമ്മുടെ ഹംസഹാജി അല്ലാഹു തആല സലാമത്ത് നൽകുമാറാവട്ടെ, ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ അബ്ദുറഹ്മാൻ കാക്ക രോഗിയാണ്, അല്ലാഹുവേ ശിഫ നൽകണം റഹ്മാനെ, പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. കോവിഡ് എന്ന മഹാമാരിയെ തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളി കമ്മിറ്റി അംഗമായ നമ്മുടെ ഫൈസൽ തങ്ങൾ, അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബീവിക്ക്, ആ സയ്യിദത്തിന് അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. ഹബീബായ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട പലരും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ സമയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത വിധം നമ്മുടെ പരിസരത്തുള്ള പലരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ നിലയ്ക്ക് നമുക്ക് മരണപ്പെട്ട ഓർക്കേണ്ട ആളുകളാണ് നമ്മുടെ അഷ്റഫാക്കാന്റെ ഉമ്മ, ജമീറാക്കാന്റെ അമ്മായിമ്മ. അല്ലാഹു നീ പൂർണ്ണ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തയ്യിൽ ബാബാക്കാന്റെ ഭാര്യ അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ശിബൂസ്തിയാരുടെ ഭാര്യ അല്ലാഹുവേ നീ ഖബർ ജീവിതം റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. നീ അവരെയും ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണം റഹ്മാനെ. അതുപോലെ മിനിയാവ് നമ്മുടെ മുത്തനബിയുടെ കൂട്ടത്തിൽപ്പെട്ട പിള്ളാരെയുള്ള ഹബീബിന്റെ വല്യമ്മ ഉമ്മാന്റെ ഉമ്മ മരണപ്പെട്ടു. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണം റഹ്മാനെ. അങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട പലരും നമ്മുടെ ഉമ്മയുടെ ഉപ്പ മരണപ്പെട്ടു. നാട്ടു ദർസിലേക്ക് വരുന്ന സിനാൻ എന്ന് പറയുന്ന കുട്ടിയുടെ വല്യപ്പ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അവരുടെയൊക്കെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഇവിടെ സലീമു എന്ന് പറയുന്ന SSFന്റെ ഇരിപ്പിളിയം സെക്ടറിന്റെ ഭാരവാഹിയായ സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ കുട്ടി അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ ഖബർ ജീവിതം നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതൊക്കെ, അങ്ങനെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ വലിയ ദറജകളായി ബർസഖിയായ ലോകത്ത് നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ആ കുട്ടിയെയും ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണം റഹ്മാനെ. ആ കുട്ടിയുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണം റഹ്മാനെ. അങ്ങനെ രോഗിയായ പലരും നമ്മുടെ ഉമർ സഖാഫി, ആലവനാട് ഉമർ സഖാഫിയുടെ ഭാര്യ വളരെ സീരിയസ് ആയി, നേരത്തെ രോഗിയാണ്, ഇപ്പൊ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാഹ്. അധികം പ്രായമായിട്ടൊന്നുമില്ലല്ലോ, നമുക്കറിയാലോ. അല്ലാഹുവേ ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ, നീ പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ അറ്റാക്ക് നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മരണപ്പെട്ടു. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ആ അറ്റാക്കായിട്ട് ധരിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു, ഇന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, ഖബർ ജീവിതം നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട പലരും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉസ്താദ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് നമ്മുടെ വയലത്തൂര് KK ഉസ്താദിന്റെ ശിഷ്യനായ പ്രമുഖനായ ദർസൊക്കെ നടത്തിയിരുന്ന ഒരു സഖാഫിയായ ഉസ്താദ് വളരെ സീരിയസ് ആയി അറ്റാക്ക് ബാധിച്ച് പ്രയാസത്തിലാണ്. അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ, നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. ഷാഫിയായ അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ ശിഫ അല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല റബ്ബേ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ SSFന്റെ പിരിവിലേക്ക്, സംഭാവനയിലേക്ക് പ്രത്യേകമായി വലിയ വലിയ സംഭാവനകൾ നൽകിയത് പ്രത്യേകം ധരിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ ആ സംഭാവനകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കി
കൊടുക്കണം റഹ്മാനെ. അങ്ങനെ നമ്മുടെ പള്ളിയെ സഹായിക്കുന്നവർ, ദർസിനെ സഹായിക്കുന്നവർ, അങ്ങനെയുള്ള പലരുമുണ്ട് ഈ സദസ്സിൽ തന്നെയുണ്ട്. നമ്മുടെ കരീം ഹാജി, അതുപോലെ നമ്മുടെ കുഞ്ഞുകാക്ക പ്രവാസി സഹോദരനാണ്, അവരൊക്കെ നമ്മുടെ ദർസിനെ അകമഴിക്ക് സഹായിക്കുന്നവരാണ്. അങ്ങനെയുള്ള പല ആളുകളും എല്ലാവരും ദർസുമായി ബന്ധപ്പെട്ടവരാണ്. അതുപോലെ നമ്മുടെ സൈദലവി ഗൾഫ്, അതുപോലെ നമ്മുടെ അഷ്റഫ് ഹാജി, അവരൊക്കെ നമ്മുടെ ദർസിനെ വല്ലാതെ സഹായിക്കുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അങ്ങനെ ഓർമ്മയുള്ള പ്രത്യേകം എഴുതിയ ലിസ്റ്റൊന്ന് വായിച്ചു എന്ന് മാത്രം എല്ലാവരുടെ കാര്യത്തിൽ നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. അതാണ് ഹബീബിന്റെ വല്യമാവ് പറഞ്ഞത്. കൊടിയാട് സലാബാത്തവി പ്രഭാഷകനായി നമുക്കൊക്കെ അറിയുന്ന ഈ ചങ്കുവട്ടിയിൽ ധാരാളം വർഷം ദർസും അതുപോലെ പ്രഭാഷണവും ഖുർആൻ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്കൊക്കെ സുപരിചിതനായ കൊടിയാട് സലാബാത്തവിയുടെ ഉമ്മയാണ് മരണപ്പെട്ടത്. അല്ലാഹുവേ, നീ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മനസ്സിൽ കരുതുക. നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുകയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൂട്ടിയ അതിന്റെ ശേഷമല്ലല്ലോ നമ്മൾ ദുആയിലേക്ക് കടക്കുന്നത്. ഒരുപാട് ദിക്റുകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പതിവാക്കി നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, അങ്ങനെയുള്ള ദിക്റുകളും ബൈത്തുകളും അബദാനങ്ങളും അതുപോലെ തന്നെ മദ്ഹുകളും ഒക്കെ ചൊല്ലിയ നല്ല ഒരു മജ്ലിസാണ്. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ഈ സദസ്സിലേക്ക് നീ സഹായിച്ചവരുണ്ട്, ഭക്ഷണത്തിലേക്ക് സഹായിച്ചവർ എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ. എല്ലാ സംഭാവനകളും നീ സ്വീകരിക്കണം റഹ്മാനെ. എന്നാലും ദ്വാരക്കണീന്റെ മുന്നോടിയായി ഒരു ഇജാബത്തിന് വേണ്ടി, മജ്ലിസിന്റെ ബറക്കത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഒരു സംഭാവന നേരത്തെ കരുതി വരാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും മജ്ലിസിന്റെ ബറക്കത്തിന് വേണ്ടി കഴിയുന്ന ഒരു സംഭാവന സാധിക്കുന്ന ആളുകളൊക്കെ എന്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കും. അല്ലാഹു നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കുമാറാവട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على نبينا المرسلين والحمد لله رب العالمين. ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു നേരത്തെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി കൊടുക്കട്ടെ. നേരത്തെ മാലിന്യന്റെ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചു. അല്ലാഹു എല്ലാ കാര്യങ്ങളും റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ, സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. കൂടാതെ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ റഷീദാക്ക പരമാവധി പറ്റുന്നിടത്തോളം ഇങ്ങനെ വരാൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാഅത്ത് ഉണ്ടായിരുന്നു. അല്ലാഹുവേ, നീ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അങ്ങനെ നമ്മളെ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ ആളുകളും ആത്മാർത്ഥമായി ആമീൻ പറയാം. ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളായ ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇശാ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിന്റെ പള്ളിയിൽ നിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് റബ്ബേ ഇത്രയും സമയം നിന്റെ അടുക്കൽ ഖദറും സ്ഥാനവുമുള്ള ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അനുസ്മരിച്ച് അവിടുത്തെ ദിക്റുകൾ ചൊല്ലി റാത്തീബ് ചൊല്ലി ഞങ്ങളെ ഒരുമിച്ച് കൂടിയത്. നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. തട്ടിക്കളയല്ല അല്ലാഹ്, ഹായിബാക്കി കളയല്ല അല്ലാഹ്, ചുരുട്ടി വലിച്ചറിയല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പാവങ്ങളാണ് റബ്ബേ, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലാഹ്. ഇതാത്മാർത്ഥമായി പറയുന്നു റബ്ബേ, ഞങ്ങളൊന്നിനും കൊള്ളാത്ത പാപികളാണ്, ദോഷികളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. അല്ലാഹുവേ, നിന്റെ ഫദ്ല് കൊണ്ട് നീ
ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഗഫൂറായ അല്ലാഹ്. ദുആ ചെയ്യുന്നത്, ചോദിക്കുന്നത്, പശ്ചാത്തപിക്കുന്നത് വലിയ ഇഷ്ടമുള്ള യജമാനനാണല്ലോ നീ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം റബ്ബാനേ. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബേ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നിന്നിലേക്ക് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തുന്നത്. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിച്ച് അവിടുത്തെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇന്ന് വെള്ളിയാഴ്ചയാവാൻ ഞങ്ങളുടെ സ്വലാത്തുകൾ അവിടുത്തെ തിരുഹറത്തിലേക്ക് എത്തിക്കണം റബ്ബാനേ. ഈ സമയത്ത് തന്നെ ഞങ്ങളുടെ സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വലാത്തുകൾ മദീനയിൽ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. മദീനയിലെ തിരുഹറത്തിൽ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുഹറത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാൽ അതെനിക്ക് കാണിക്കപ്പെടുമെന്ന് അവിടുന്ന് ഞങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വലാത്തും അവിടത്തേക്ക് കാണിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെട്ട സ്വലാത്തുകളാക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. നീ തട്ടൂല എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം എന്ന് നീ നിന്റെ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സ്വലാത്തുകളും ദിക്റുകളും സംഭാവനകളൊക്കെ നിർവഹിച്ച് അതിനുശേഷം നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ തട്ടല്ല റബ്ബേ, തട്ടിക്കളയല്ല അല്ലാഹ്. ഈ വിളിയൊന്ന് കേൾക്കണേ അല്ലാഹ്. ഈ വിളിയൊന്ന് കേൾക്കണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. അവിടുത്തെ സന്തോഷത്തോടുകൂടെ നോക്കുന്ന മജ്‌ലിസാക്കണേ അല്ലാഹ്. അവിടുത്തെ സാന്നിധ്യമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകളൊക്കെ അവിടത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ് ഞങ്ങൾ. പടച്ചവനെ, ഞങ്ങളെ ഈ മജ്‌ലിസ് അവിടത്തേക്ക് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ കാണുന്നുണ്ട്, അവിടുന്ന് ഞങ്ങളെ നോക്കുന്നുണ്ട് എന്ന ചിന്തയിൽ അതോടെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന നല്ലവരെ ഞങ്ങളെ പെടുത്തണം റബ്ബാനേ. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കല്ല അല്ലാഹ്. സംഭവിച്ചതൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനി സംഭവിക്കില്ല അല്ലാഹ്. ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു അല്ലാഹ്. ഇനി ഞങ്ങൾ ചെയ്യൂല അല്ലാഹ്. ഞങ്ങളെ കണ്ണുകൾ ദോഷം ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ കാത് ദോഷങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളെ കൈ കൊണ്ട് ദോഷം പിടിച്ചിട്ടുണ്ട്, ഞങ്ങളെ കാല് കൊണ്ട് ദോഷത്തിലേക്ക് നടന്നിട്ടുണ്ട്, ഞങ്ങളെ അവയവങ്ങൾ ദോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സർവദോഷങ്ങളും റബ്ബേ നീ പുറത്തു തരണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റബ്ബാനേ. ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണം റബ്ബാനേ. നിന്റെ അടുക്കൽ ഖദറും സ്ഥാനവുമുള്ള ഗൗസുൽ ആലം എന്ന സ്ഥാനപ്പേര് നീ തന്നെ നൽകി. ഈ ഉമ്മത്തിന്റെ സഹായിയായി, ഈ ഉമ്മത്തിന്റെ അത്താണിയായി, ഈ ഉമ്മത്തിന്റെ പിടിവള്ളിയായി ഞങ്ങളിലേക്ക് നീ പറഞ്ഞയച്ച ഞങ്ങളുടെ നേതാവ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. അവിടുത്തെ സാന്നിധ്യമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. വിളിക്കുമ്പോഴേക്ക് ഞങ്ങളാ ഒരു സ്ഥാനത്തെത്തിയിട്ടില്ല റബ്ബേ. ഞങ്ങൾ ദോഷത്തിന്റെ
ഇസ്ലാമിന്റെ ഹാദിമീങ്ങളാക്കണം റഹ്മാനെ, ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ലാഹ്, ഇൽമിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടി തരണം റഹ്മാനെ, ഞങ്ങളെ കടകളൊക്കെ നീ വീട്ടി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൊറോണ വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞെരുങ്ങി കടം വാങ്ങേണ്ടി വന്നവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടി കൊടുക്കണം റഹ്മാനെ. ഒരു കടബാധ്യതയും ബാക്കി വെച്ച് ഞങ്ങളെ ധരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, മാർഗങ്ങൾ നീ തുറന്നു തരണേ അല്ലാഹ്. യാ ഫത്താഹ് യാ അല്ലാഹ്, യാ റസ്സാഖ് യാ അല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ നൽകണം റഹ്മാനെ. ഖൈറിന്റെ നാമങ്ങളൊക്കെ തുറന്നു തരണം റഹ്മാനെ. ഞങ്ങളുടെ വ്യക്തിപരമായ കടങ്ങൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ, പള്ളിയുടെ കടങ്ങൾ, ദീനീ സംരംഭങ്ങളുടെ കടങ്ങൾ എല്ലാം നീ വീട്ടിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കടക്കടിയിൽ കൊടുക്കരുത് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ റാഹത്താക്കണേ അല്ലാഹ്, ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ, രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കൊറോണയെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. അതിലകപ്പെട്ടവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. അതിലകപ്പെട്ട് വേണ്ടപ്പെട്ടവരായി ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും റബ്ബേ, അവർക്ക് നീ കൊടുത്തു കൊടുക്കണം റഹ്മാനെ. ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ക്യാൻസർ കാക്കണേ അല്ലാഹ്, അൾസർ കാക്കണേ അല്ലാഹ്, ട്യൂമർ കാക്കണേ അല്ലാഹ്, മഞ്ഞപ്പിത്തം കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആഫിയത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. കൈവേദന, കാലുവേദന, ഊരവേദന ശിഫയാക്കണേ അല്ലാഹ്. ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന രോഗങ്ങൾ നൽകരുത് റഹ്മാനെ. മരണം വരെ നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗികളാക്കി മൂലയിട്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. സമ്പാദിക്കുന്നത് മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവാക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ജോലികളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്തവർ, ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവർ, പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് പങ്കെടുക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുന്നവർ, എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ അംസഹാദിക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഉദ്രാമാ കാക്കാക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. പറയപ്പെട്ട എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഫൈസൽ തങ്ങളുടെ ഉമ്മ, അതുപോലെ ഉമർ സത്താഫിയുടെ ഭാര്യ, അതുപോലെ നേരത്തെ പറഞ്ഞ അബ്ബാസ് സത്താഫി, എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെ ഖബർ ജീവിതം നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരെ നീ ഖബറിലിട്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ആരുടെ മണ്ണിലാണ് റബ്ബേ. എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയൂല അല്ലാഹ്. വല്ല തെറ്റ് ശിക്ഷയും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മഹ്ദൂഫുകൾ കൊണ്ട്, ഞങ്ങളുടെ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ശിക്ഷനെ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരെ നമ്മളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ പഠിക്കുന്നവരും മറ്റിടങ്ങളിൽ പഠിക്കുന്നവരുമായ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഞങ്ങളുടെ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ, പഠനം പൂർത്തിയാകാൻ എടുത്തവരുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇത്രയും കാലം നിന്റെ ഇൽമിന് വേണ്ടി നടത്തിയ ഖിദ്മത്തുകൾ സ്വീകരിക്കണം റഹ്മാനെ. പഠിക്കുന്നതും ഖിദ്മത്താണ്, പഠിപ്പിക്കുന്നതും ഖിദ്മത്താണ്. അല്ലാഹുവേ, ആ നിനക്കുള്ള ഖിദ്മത്തുകളായി നിന്റെ നൂറാകുന്ന ഇൽമുമായി ഞങ്ങൾ ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ കുട്ടിക്കാലം മുതൽ പഠിച്ചതും അതിനുശേഷം പഠിപ്പിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ഭൗതികമായ ഒരു ലക്ഷ്യവുമില്ല അല്ലാഹ്. ഞങ്ങളെ ഇൽമുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഇവിടെ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണം റഹ്മാനേ. ഇഖ്ലാസ് നൽകണം റഹ്മാനേ. നിന്റെ നൂറാകുന്ന ഇൽമിന് മരണം വരെ ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതിനൊരു മുടക്കവും തരല്ല അല്ലാഹ്. അതിനൊരു തടസ്സവും നീ നൽകരുത് റഹ്മാനേ. നീ നൽകരുത് റഹ്മാനേ. അല്ലാഹുവേ, ആ നിലക്ക് ഞങ്ങൾക്ക് ഏതായാലും പഠിക്കാനും പഠിപ്പിക്കാനും കഴിഞ്ഞില്ല എന്ന് ചിന്തിച്ച് അല്ലാഹുവേ, ഇൽമിനെ സഹായിക്കുന്നവർ, ദർസിനെ സഹായിക്കുന്നവർ, അല്ലാഹുവേ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഒന്നുകിൽ ആലിമാവുക, അല്ലെങ്കിൽ മുതഅല്ലിമാവുക, അല്ലെങ്കിൽ ഇൽമു കേട്ട് പഠിക്കുന്നവരാവുക, അല്ലെങ്കിൽ ഇൽമിനെ സഹായിക്കുന്നവരാവുക, സ്നേഹിക്കുന്നവരാവുക എന്ന് പറഞ്ഞ ആ മുഹിബ്ബീങ്ങളിൽ ആ നാലാമത് പറഞ്ഞ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടുത്തെ ദർസിനെ, മറ്റു ദർസുകളെ, ഇൽമിനെ, മദ്രസകളെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് റബ്ബേ. അവരെ നീ കൈവടിയല്ല അല്ലാഹ്. അവരെ നീ കൈവടിയല്ല അല്ലാഹ്. ഞങ്ങളുടെ ദർസിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഇതുവരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഭക്ഷണം തന്ന് സഹായിച്ചവർ, പണം തന്ന് സഹായിച്ചവർ,
അല്ലാഹുവേ അതൊക്കെ പരിപൂർണമായി തുറന്ന് ഞങ്ങൾക്ക് ഹജ്ജിനും ഉംറക്കും മദീന സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ തിരുമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തിരുചാരത്തിൽ ഞങ്ങളെ എത്തിക്കണം റഹ്മാനേ. ഒരുപാട് തവണകളായി നീ എത്തിക്കണേ അല്ലാഹ്. തവണകളായി നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി ഇറക്കി വെക്കാൻ, ഞങ്ങളെ ദോഷത്തിന്റെ കാര്യം അവിടെ പോയി പരാതിപ്പെടാൻ നീ ഞങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് നൽകണം റഹ്മാനേ. പോകാത്തവർക്ക് ഒരിക്കലെങ്കിലും തൗഫീഖ് നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും തൗഫീഖ് നൽകണേ അല്ലാഹ്. പോകാൻ പുതിയായി തുടങ്ങി റബ്ബേ നീ ഞങ്ങൾ അവിടെ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടത്തോടുകൂടെ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ ഒഴിവാക്കിയിട്ടൊരു ജീവിതവുമില്ല, അവിടുത്തെ ഒഴിവാക്കിയിട്ടൊരു വിജയവുമില്ല. പടച്ചവനെ അവിടുത്തോട് പൂർണ്ണമായി ബന്ധപ്പെട്ട് അവിടുത്തെ സുന്നത്തുകളൊക്കെ ഒരുപാട് വർദ്ധിപ്പിച്ച് സലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൂർണ്ണ ബന്ധം സ്ഥാപിച്ച് അവിടുത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. ഞങ്ങളെ പ്രയാസങ്ങളിൽ അവിടുത്തെ ഒരു നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഔസുലാദിന്റെ നോട്ടം നൽകണേ അല്ലാഹ്. മഹാന്മാരുടെ നോട്ടം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആക്സിഡന്റ് അപകടങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ നീ പൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനേ. ഞങ്ങൾ അത്തരം അപകടങ്ങളിൽ പെടുത്തരുത് അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവും ആഖിറവും നീ വാഴ്ത്താക്കണം റഹ്മാനേ. പടച്ചവനെ നിന്നോടല്ലാതെ ആരോടാണ് ചോദിക്കുക? അടിമകളെന്ന നിലക്ക് നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടരുത് റബ്ബേ. ഞങ്ങൾക്ക് ചോദിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് ചോദിക്കാൻ നിന്റെ മുന്നിൽ താഴ്മ കാണിച്ച് വിനയം കാണിച്ച് അല്ലാഹുവേ ഒരുപാട് നീ റബ്ബാണ് എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ അടിമത്തം സമ്പൂർണ്ണമായി നിന്റെ മുന്നിൽ കേണപേക്ഷിച്ച് ചോദിക്കാൻ നീ ഞങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് നൽകണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണം റഹ്മാനേ. സ്വീകരിക്കണം റഹ്മാനേ. ഇവിടെ പറഞ്ഞതും അല്ലാത്തതുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്. തീർന്ന പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാം പരിഹരിക്കാൻ എനിക്ക് കഴിയുമല്ലോ റബ്ബേ. നീ പരിഹരിക്കണം റഹ്മാനേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. നടക്കുന്ന വീട് പണി പൂർത്തിയാക്കണേ അല്ലാഹ്. കടക്കാരുടെ കടം വെട്ടിക്കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനേ. പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണം റഹ്മാനേ. ഒരാളെയും നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. ഒരാളെയും നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. ഞങ്ങൾക്ക് സംഭവിച്ച പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണം റഹ്മാനേ. എല്ലാം നിന്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി നല്ല ക്ഷമിക്കുന്ന മനക്കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഞങ്ങളെ സ്വാധീനങ്ങളിൽ കൊടുക്കണം അല്ലാഹ്. ദാക്കിരികളിൽ കൊടുക്കണേ അല്ലാഹ്. ശാക്കിരികളിൽ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദർസ് പൂർവോപരി സന്തോഷത്തോടുകൂടെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനേ. ഇസ്ലാമിലെ മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അതിന്റെ ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. വഫാത്തായി പോയവർ, പ്രത്യേകിച്ച് ഈ മാസം വഫാത്തായി പോയ ഞങ്ങളുടെ പ്രസ്ഥാന നേതാക്കൾ താജുൽ ഉലമ, നൂറുൽ ഉലമ, ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള, അതുപോലെ വൈലത്തൂർ തങ്ങളുപ്പാപ്പ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ ഈ മാസം തന്നെയാണ് ഞങ്ങളോട് ഇവിടെ പറഞ്ഞത്. അവരോടുകൂടെ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവരുടെ നിറച്ച വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ പരിഹരിച്ചു തരണം റഹ്മാനേ. സന്തോഷത്തിലാക്കി തരണം റഹ്മാനേ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم إنا أتلوبني ربا يمينا أبرتقرا ربا دينا أبرتقرا ربا പാവങ്ങളായ അടിമകളാണ്. നീ ഞങ്ങളെ യജമാനനാണ്, നീ ഞങ്ങളെ ഉടമയാണ്. ആ ഒരു ചിന്തയിൽ ഞങ്ങളെ ജീവിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ധിക്കാരവും അഹങ്കാരവും ഒന്നും നൽകരുത് റബ്ബേ. നീയാണല്ലോ ഞങ്ങളെ നിയന്ത്രിച്ച് പരിപാലിക്കുന്നത്. ആ ഒരു ചിന്തയിൽ ഞങ്ങളെ ദാക്കിരികളിലും ശാക്കിരികളിലും ഒക്കെ കൊടുക്കണം റബ്ബേ. നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാഹ്.
റബ്ബായ നീ അടിമകളായ ഞങ്ങളെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടേക്ക് പോകണം? അല്ലാഹുവേ ഞങ്ങളെ പൊരുത്തപ്പെടണം റഹ്മാനേ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും റാഹത്താക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ